നമ്മൾ ഇംഗ്ലീഷിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉള്ള ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ ക്ലാസ്. കാരണം ഇന്ന് പാരഗ്രാഫുകൾ എടുക്കുകയല്ല, മറിച്ച് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ, സാധാരണ 8ാം ക്ലാസ് മുതൽ പഠിപ്പിക്കപ്പെടുന്ന സ്പീച്ച്, എങ്ങനെ ഒരു പ്രസംഗം ഉണ്ടാക്കാം എന്നതിൻ്റെ ഫോർമാറ്റും, അതോടൊപ്പം എങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരാളെക്കുറിച്ചുള്ള ലഘു വിവരണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചും, അതുപോലെ എടുത്ത ക്ലാസ്സിൻ്റെ ഒരു വൈൻഡപ്പ്, ഒരു മൊത്തത്തിലുള്ള ആശയങ്ങളുടെ ചർച്ചയുമാണ് ഇനിയുള്ള ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇത് ഇംഗ്ലീഷിന് മാത്രമല്ല, എല്ലാ ലാംഗ്വേജുകൾക്കും ഉപകാരപ്പെടും. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണല്ലോ ഒരു ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മാധ്യമമാണ് ഭാഷ എന്നത്. അപ്പോൾ ഭാഷയിൽ പ്രസംഗങ്ങൾ വരും, അതുപോലെ ഒരാളെക്കുറിച്ചുള്ള വിവരണം വരും. അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Hi, how are you? I hope all of you are fine, doing well, sitting at home. You are already familiar with the plus 2 English text. I hope you remember the name of the first chapter. What is the name of it? എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ സന്തോഷമായിരിക്കുന്നു എന്ന് തോന്നുന്നു. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ലാസ്സിലേക്ക്. എല്ലാവർക്കും ടെക്സ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ് നിങ്ങൾക്കറിയുമോ? Yes, it is the 3 L's of empowerment. Let me ask you one more question. Are you familiar with the picture of the woman here? Just have a look at the picture. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയാമോ? അതെ, 3 L's ഓഫ് എംപവർമെൻറ്റ്. സ്ത്രീകളെ ശാക്തീകരിക്കാൻ 3 Lകൾ കൊണ്ട് തുടങ്ങുന്ന സംഗതികളെക്കുറിച്ചാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവരെ കൊണ്ട് നമുക്ക് തുടങ്ങാം. Do you know her? I'm sure everybody knows her. What is her name? Can you just remember the name of the lady? Yes, she's none other than Christine Lagarde. And what else do you know? അപ്പോൾ ആ ലേഡിയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു. ക്രിസ്റ്റ്യൻ ലഗാർഡ് എന്നാണ് ആ ലേഡിയുടെ, വനിതയുടെ പേര്. About Christine Lagarde. Who is she? Where is she from? And what is her job role? Do we know about all these things? Do we remember all those things? അവർ എവിടെയുള്ള ആളാണ്? എവിടെയുള്ള വനിതയാണ്? എവിടുന്നാണ് വരുന്നത്? അവരുടെ ജോലി എന്താണ്? നിങ്ങൾക്കറിയുമോ? നമുക്ക് അതറിയാം. I hope you have some idea, haven't you? So, where is she from? She is from Paris. What is her job role? അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യമായി നമുക്ക് അവർ എവിടെ നിന്നാണെന്ന് നോക്കാം. അവർ പാരീസിൽ നിന്നാണ്. She is the leader of G8 economy, the IMF, and എന്താണ് അവരുടെ ജോലി? അവർ IMFൻ്റെയും അതുപോലെ G8 എക്കോണമിയുടെയും ലീഡറാണ്, നേതാവാണ്. and
Lagarde അവർ വളരെയധികം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പല രീതികളിലും അവർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. is a very important and influential woman in this century. And what has she said? അവർ ഈ കാലഘട്ടത്തിലെ, ഈ നൂറ്റാണ്ടിലെ വളരെ സ്വാധീനമുള്ളതും പ്രധാനപ്പെട്ടവരുമായ ഒരു വനിതയാണ്. About women empowerment? Do you remember? I think you remember. Okay, because everything has been said about women empowerment in the previous class. And what do you remember? അവർ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ആ വിഷയങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? Can we empower women? Yes or no? Yes, we can empower women. And how can we empower women? Is there നമുക്ക് സ്ത്രീകളെ ശാക്തീകരിക്കാൻ പറ്റുമോ? പറ്റൂലേ? യെസ്, പറ്റും എന്ന് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ശാക്തീകരിക്കുക? a way by means of which we can empower women? Yes, isn't it? So, which are the ways? The ways are the 3 L's. And do you remember the 3? അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളെ നമ്മൾ ശാക്തീകരിക്കുക? ഏത് വഴികളിലൂടെയാണ് സ്ത്രീകളെ നമ്മൾ ശാക്തീകരിക്കുക? നിങ്ങൾക്കറിയുമോ അതിൻ്റെ മറുപടി? അതെ, അത് 3 എല്ലുകൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ്. L's? Anyone remembers the 3 L's? The 3 L's are? Yes, think about it. The 3 L's are learning, then എന്തൊക്കെയായിരുന്നു ആ 3 LS അറിയുമോ നിങ്ങൾക്കാർക്കെങ്കിലും? അതെ, അത് ഒന്ന് ലേണിംഗ് ആണ്, രണ്ടാമത്തത് ലേബറാണ്, മൂന്നാമത്തത് ലീഡർഷിപ്പാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ലേബർ എന്ന് പറഞ്ഞാൽ ജോലി, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേതൃത്വം. ഇതാണ് 3 L's. labor, and finally leadership. These are the 3 L's of empowerment. Learning means education, labor means job, and finally leadership. That means the ability to control things, to do things. So these are the most important aspects in women empowerment. So Christine Lagarde has told us about all the important aspects of women empowerment. You know that it is a speech delivered by her. It is a speech delivered by her in the year. അപ്പോൾ ക്രിസ്റ്റ്യൻ ലഗാർഡ് 3 എൽസുകളാണ് നമ്മളോട് പറഞ്ഞു തന്നത്. നിങ്ങൾക്കറിയുമോ, ഇത് അവർ നടത്തിയ ഒരു പ്രസംഗമാണ്. എപ്പോഴാണത്? 2014. And so if it is a speech, you know it has got some features. So why don't we go through another video, another beautiful speech delivered by a woman. So let's watch the video. 1956 നടത്തിയ പ്രസംഗമാണ് നമ്മൾ ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ ഈ സ്പീച്ചിലൂടെ പറയും. നമുക്ക് വേറൊരു വനിത നടത്തിയ നല്ല ഒരു പ്രസംഗത്തിലേക്ക് പോകാം. Whoa, I'm running short of words right now, but I cannot afford this because I have to speak. Thank you so much for all the love, for all the warmth. Thank you for എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്നെ സ്വീകരിച്ചതിന്, എനിക്ക് തന്ന സ്നേഹത്തിന് വളരെയധികം നന്ദിയുണ്ട്. accepting me. And that disclaimer is that I've never claimed to be a motivator. നിങ്ങളോട് ഞാൻ
എന്തു ചെയ്യുന്നില്ല, ഞാനൊരിക്കലും അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉത്തേജനം നൽകിയ വലിയൊരു സ്പീക്കറാണെന്ന്, വലിയൊരു പ്രസംഗകയാണെന്ന് ഞാൻ നിങ്ങളോട് വാദിക്കുന്നില്ല. Speaker. Yes, I do speak. But I feel പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നു. മാത്രമല്ല ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എനിക്കൊരു സ്റ്റോറി ടെല്ലറായിട്ടും കൂടി, അതായത് കഥ പറയുന്ന ആളുമായി എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എവിടെ പോയാലും എല്ലാവരോടും ഒരു കഥ പറഞ്ഞിട്ടാണ് തുടങ്ങാറ്, കഥ പറയാറുണ്ട്, കഥ പങ്കുവെക്കാറുണ്ട്. more like a storyteller because wherever I go, I share a story with everyone. So I'll end my talk in a അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. very short note. Real happiness lies. യഥാർത്ഥ സന്തോഷം കിടക്കുന്നത് നന്ദിയിലാണ്. Attitude. So be grateful, be alive, and live. അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹത്വമുള്ളവരാവണം. നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം. എല്ലാ സമയത്തും നിങ്ങൾ ജീവിക്കാൻ കൃത്യമായി പഠിക്കണം. Every moment. Thank you so much, everyone. Thank you. Okay, how was the video? എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും. Did you all see that? Wasn't it a wonderful speech? What did she say in that speech? Is it about her own life or something else? Yes, you are right. It's about her own life. She's talking about herself. And did you notice? നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, വളരെ നല്ലൊരു പ്രസംഗം. അവർ ആരുടെ കഥയാണ് പറയുന്നത്? വേറെ ആരുടെയെങ്കിലും കഥയാണോ? അല്ല, സ്വന്തത്തിൻ്റെ കഥ തന്നെയാണ് അവർ പറയുന്നത്. How did she begin the speech? Did she go to the topic directly without even saying something? No. She started the talk. അവരെങ്ങനെയാണ് പ്രസംഗം തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നേരെ അവരുടെ വിഷയത്തിലേക്ക് കടക്കുകയാണോ ചെയ്തത്? അല്ല, ഒരിക്കലുമല്ല. Quick, very slowly. And what did she do first? Yes, at first she acknowledged and addressed the audience. And only then ആദ്യമായി മെല്ലെയാണ് അവർ തുടങ്ങിയത്. ആദ്യം അവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഓഡിയൻസിനെ, പ്രേക്ഷകരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടാണ്, അഭിവാദ്യം ചെയ്തിട്ടാണ് അവർ തുടങ്ങിയത്. she got into the topic. There are different ways in which you can address the audience. But again, let's go to the പല രീതികളുമുണ്ട് ഓഡിയൻസിനെ, പ്രേക്ഷകരെ അഭിവാദ്യം ചെയ്യാൻ, പ്രേക്ഷകരെ അഭിമുഖീകരിക്കാൻ. that speech. After addressing the audience, what did she say? Do you remember? She said, I have a speech to make. And she also says, I have a story to tell. Whose story? അവർ എങ്ങനെയാണ് വിഷയത്തിലേക്ക് കടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, അവർ ആദ്യം പറഞ്ഞത് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. രണ്ടാമത് പറഞ്ഞത് നിങ്ങളോട് ഒരു കഥ പങ്കുവെക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അവർ ചെയ്തത്. Her story or someone else's story? It's her story. She is going to narrate her own story. How does she end? ഇത് വേറെ ആരെങ്കിലും സ്റ്റോറിയാണോ, കഥയാണോ? അല്ല, സ്വന്തത്തിൻ്റെ കഥ തന്നെയാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് അവരുടെ കഥ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. In the speech, did anyone notice? How does she conclude the speech? She concludes it with a beautiful message. She gives a message to അവരെങ്ങനെയാണ് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അവരെങ്ങനെയാണ് അവരുടെ പ്രസംഗം അവസാനിപ്പിച്ചതെന്ന് നോക്കി
ശരി, എല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു പ്രസംഗത്തിന് ആവശ്യമായ രീതികൾ എന്തൊക്കെയാണ് എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കണം. All of us, how to live in this world. That is the message conveyed by this beautiful woman. So, why are we talking? അപ്പോൾ ഇതിലൊരു സന്ദേശവും അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് സന്ദേശം? എങ്ങനെയാണ് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്ന ഒരു സന്ദേശവും കൂടി അവർ നൽകിയിട്ടുണ്ട്. About all these things, what is the purpose? Why do we say about all these things? We have already studied Christine Lagarde's speech, and now we have seen another lady's speech. So, what is the importance? Why do we need that? നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ സ്പീച്ചിനെ കുറിച്ച്. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോയും നമ്മൾ കണ്ടു. എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? Because we have to write, we have to deliver speeches in our life on അതെ, എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രസംഗം എഴുതേണ്ടതുണ്ടാവും, പ്രസംഗം നടത്തേണ്ടതുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ കണ്ടത്. many occasions we have to give speeches, and while giving speeches there are so many things to keep in your mind, so many different അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് പ്രസംഗിക്കേണ്ടി വരും. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിനാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. aspects. For example, how to begin a speech, and then how to introduce the topic, then after that how to expand the topic, and finally how to end or conclude the topic. So these are all very important things. അപ്പോൾ ഒരു പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് എങ്ങനെയാണ് നമ്മൾ സദസ്സിനെ ആദ്യം അഭിവാദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ, എങ്ങനെയാണ് നമ്മൾ വിഷയത്തിലേക്ക് കടക്കേണ്ടത്, അതിനുള്ള ആമുഖം എങ്ങനെയാണ്. മൂന്നാമത്തത്, ആ വിഷയത്തിലുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടുകൾ അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അവസാനമായി അതിനൊരു കൺക്ലൂഷനും വേണം. അതായത് ആമുഖം നമ്മൾ നൽകിയതുപോലെ തന്നെ അതിനൊരു അവസാനവും നൽകണം. And shouldn't we know that? We should know that. We have to. Because we are going to make speeches, we are going to write speeches. So we should know what are the various features of a speech. So everyone has got a notebook. Take your notebook in which we have already written down points related to the 3 L's of empowerment. Take that notebook and note down the important features of a speech, because you have been learning about speeches right from your high school, so you are familiar with that. You know how to write a speech. So what are the important parts, or what are the important aspects in a speech? Note down. And then let's go to a discussion. And I hope everyone has written at least one point. That one point will be. അപ്പോൾ നമ്മൾ പല സമയങ്ങളിലും നമുക്ക് പ്രസംഗങ്ങൾ എഴുതേണ്ടതുണ്ടാകും, പ്രസംഗങ്ങൾ നടത്തേണ്ടതുണ്ടാകും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ? പ്രധാനമായും നിങ്ങൾ പറയേണ്ടതുണ്ട്. നമുക്ക് ആദ്യമായി എന്താണ് എന്ന് നോക്കാം. It can be the first one or the last one. Okay, let's assume it is the first one. And the first one is to address the audience. And that is known as. അപ്പോൾ ആദ്യമായി ഒരു പ്രസംഗത്തിന് വേണ്ടത് ഓഡിയൻസിനെ, പ്രേക്ഷകരെ, നമുക്ക് മുന്നിലുള്ള പ്രേക്ഷകരെ നമ്മൾ അഭിവാദ്യം ചെയ്യണം. Salutation. So we have to address the audience. There are many ways in which we can address the audience. And second one, introduce
introduce the topic. We have to introduce the topic in a very good manner. For that also, there are different expressions. And what about the remaining ones? Do you know that? The remaining aspects, the most important one is the body of the speech, the main part of the speech, where you will expand the topic, include more points, narrate stories, and give examples and so on. So, it is the content of the speech or the body of the speech which can also be said as presentation. And after that, a speech cannot continue as long as the person wishes to continue. It has to come to an end. Every speech has to come to an end. And what is this ending called? I hope you have written it down. It is called as conclusion. So we have to conclude the speech. So salutation, introduction, presentation and conclusion. അപ്പോൾ ഒരു പ്രസംഗത്തിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന് സല്യൂട്ടേഷൻ, എങ്ങനെയാണ് സദസ്സിനെ അഭിവാദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ, സദസ്സിനെ അഭിവാദ്യം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ വിഷയത്തിലേക്ക് ആമുഖമായി പറയേണ്ട ചില സംഗതികളുണ്ട്. അതുപോലെ പ്രസൻറ്റേഷൻ, നമ്മുടെ ടോപ്പിക്, ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രസൻറ്റേഷൻ. അതായത് ബോഡി ഓഫ് ദ സ്പീച്ച്, നമ്മുടെ പ്രസംഗത്തിൻ്റെ ശരീരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമുക്കുള്ളത് കൺക്ലൂഷനാണ്. ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കില്ല, അത് നിർത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനും കൺക്ലൂഷൻ വേണം. ആ കൺക്ലൂഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്രസംഗത്തിൽ ആവശ്യമുള്ള 4 സംഗതികളാണ്. ഓരോന്നിൻ്റേതായ ഓരോ വകകൾ ഉണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. These are the 4 important aspects of a speech. Now also note down in your notebook how to express yourself, how to salute or address the audience, how to introduce the topic, how to expand or present the topic, and also how to conclude the topic. So first is salutation. You know the different expressions used in addressing the audience. Note it down. Take a notebook, again note down. അപ്പോൾ ഇതിന് കുറേ സംഗതികളുണ്ട്. അതൊന്ന് നമ്മൾ കൃത്യമായി നോട്ട്ബുക്കിൽ വരച്ചിടേണ്ടതുണ്ട്. In the heading salutation, and then write down the expressions that you know. There may be 1 or 2 or 3 or 4 or as many as you know. I hope everyone has written it down. Okay, let's have a look at a graphic organizer. അപ്പോൾ സല്യൂട്ടേഷന് വേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എവരി വൺ, ഹോണറബിൾ ഓർ ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ദ ഡയാസ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വളരെ ബഹുമാനം നിറഞ്ഞ അതിഥികളെ, സദസ്സിലും അതുപോലെ വേദിയിലുമായിട്ടുള്ള അതിഥികളെ, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്. സല്യൂട്ടേഷൻ്റെ വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്. അപ്പോൾ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മാനദണ്ഡങ്ങളായി ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു സ്പീക്ക് ഓൺ, ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങളോട് സംസാരിക്കാൻ. അല്ലെങ്കിൽ ഐ ആം ഹാപ്പി ടു ബി ഹിയർ ടു ഷെയർ മൈ വ്യൂസ് ഓൺ, ഇന്ന വിഷയത്തിൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നതാണ് ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്കിൽ ഉപയോഗിക്കേണ്ട സംഗതികൾ. And there you will see how to address the audience, how to introduce the topic. നെക്സ്റ്റ് കണ്ടൻ്റാണ്.
കണ്ടൻറ്റിൽ മെയിൻ പോയിൻറ്റ്സ് യു മേ യൂസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. അതിൽ വരേണ്ടത് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സുകളിൽ നിങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ, ചില വേർഡ്സുകൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, ആദ്യം ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടാമത്തത് വി ആൾ നോ, അല്ലെങ്കിൽ നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ നൗ ഈസ് ദ ടൈം, ഇതാണ് സമയം. അല്ലെങ്കിൽ ഐ മസ്റ്റ് സേ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ബിസൈഡ്സ്, ഇതിലുമപ്പുറം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലെറ്റ് മീ റിമൈൻഡ് യു, ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. യെസ് വി ആൾ നോ, അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടൻറ്റുകളിലുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കേണ്ടത്. Topic, how to present the topic and how to conclude the topic. അപ്പോൾ കൺക്ലൂഡ് ചെയ്യേണ്ട, ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതാണ്. അപ്പോൾ ലെറ്റ് us ജോയിൻ അവർ ഹാൻഡ്സ് ടുഗദർ. ഒന്നിരിക്കൽ നമുക്ക് ഒന്നിച്ച് കൈപ്പിടിച്ച് നമുക്ക് പോകാം. ഹോപ്പ് യു ആൾ വുഡ് വർക്ക് ടുവാർഡ്സ് ഇറ്റ്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഇതിന് പ്രയത്നിക്കുമെന്ന്. അതുപോലെ Okay, have a look at that and see whether you have written any one of those expressions in your note. അപ്പോൾ അവസാനമായി കൺക്ലൂഷനിൽ കുറച്ച് സംഗതികൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതും കൂടി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. Look at it. Keenly analyze. Read. Understand. Yes, I can see many faces smiling because you have got some of those answers, haven't you? You have got some expressions right. Salutation. Everybody might have written that point. I am very much sure about it. And what is it? Good morning, everyone. And then, if it is a സല്യൂട്ടേഷൻ, അതിൻ്റെ ആവശ്യമുള്ള സംഗതികൾ: ഗുഡ് മോർണിംഗ് എവരി വൺ, ഓണറബിൾ ഗസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ദ ഡയാസ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. നേരത്തെ നമ്മളത് വിശദീകരിച്ചു. school compound, if you are going to make a speech in the assembly, quite naturally you will say, respected principal, teachers and my dear friends. And if it is another occasion, you will say, honorable guests on and off the dais. After salutation, introducing the topic. It's very easy, isn't it? Many of you might have stood in the school assembly and would have made speeches also. So, we are going to introduce the... അപ്പോൾ സല്യൂട്ടേഷന് ശേഷം നിങ്ങളെല്ലാവരും പലപ്പോഴും അസംബ്ലികളിലൊക്കെ പ്രസംഗിച്ച് കാണും. അപ്പോൾ അതിനുശേഷം ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പിന്നെ കണ്ടൻറ്റ് ഉണ്ടാക്കണം. ഇതൊക്കെ വളരെ ഈസിയുള്ള സംഗതിയാണ്, വളരെ എളുപ്പമുള്ള, അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള സംഗതികളൊന്നുമല്ല. Topic. How do we introduce the topic? You have written it down. One way is, it is my pleasure to speak on the topic. I'm very happy to be here to speak on the topic. If it is women empowerment, what will you write? It's my pleasure to speak on the topic, women empowerment. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്, ടോപ്പിക്കിലേക്ക്, വിഷയത്തിലേക്ക് നമ്മളുടെ ആമുഖം. ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്. ഞാൻ വളരെ സന്തോഷവാനാണ് ഈ വിഷയവുമായി സംസാരിക്കാൻ. അല്ലെങ്കിൽ ഐ ആം ഹാപ്പി ടു ബി ഹിയർ ടു ഷെയർ മൈ വ്യൂസ് ഓൺ. ഞാൻ നിങ്ങളുമായി ചില ആശയങ്ങൾ പങ്കുവെക്കാൻ. അപ്പോൾ നമ്മുടെ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ സ്ത്രീകളുടെ ശാക്തീകരണത്തെക്കുറിച്ച് പറയാൻ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നൊക്കെയാണ്. That is the way in which you can introduce a topic. And after introduction, what is the next step? Do you remember? Yes. The next step is presentation. Presentation of the topic. How can we present the topic? There are some expressions, and I'm sure that some of you or all of you have written at least a few expressions as to how to expand the topic.
those expressions? If you have looked at the graphic organizer and if you remember, you might have written it down. Yes. Some of the expressions are നമ്മൾ നേരത്തെ കണ്ടൻറ്റിലെ എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ട സംഗതികളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വി ആൾ നോ ദാറ്റ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇതാണ് സമയം. ആസ് വി ആൾ നോ, എല്ലാവരും അറിയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വിഷയങ്ങൾ കൃത്യമായി വിശാലമായി പറയണം. ഇതാണ് കണ്ടൻറ്റിൽ ആവശ്യമായ സംഗതി. we all know that. And coming to the last part of the speech, we have to end the speech. It cannot continue. So, how do we end the speech? I'm sure everybody has written something or the other. So, how do we end that? And there are also different expressions. And one expression is, let us all stand together. If it is women empowerment, of course, we have to stand together. We have to join our hands together. Let us hold our hands together. Let us stand united and fight for this common cause. These are all. അപ്പം ഇങ്ങനെയുള്ള കൺക്ലൂഷനിൽ ലെറ്റ് us join our hands together. Hope you all would work towards it. Let us stand united for this common cause. നമുക്ക് നമ്മുടെ കൈകൾ കോർക്കാം. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Let us stand united for this common cause. ഈ പൊതുവായ വിഷയത്തിന് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കാം എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് കൺക്ലൂഷനിൽ വരേണ്ടത്. Some of the expressions used. Shall we have a look at the graphic organizer once again? See whether you have missed out any points. Okay, so have a look at it. Is it clear? Since the idea is clear to you, you are already familiar with the chapter, the 3 L's of empowerment, why can't we go for a speech? Why can't you write a speech on your own? You are all well equipped, aren't you? Yes. So, shall we write a speech? And the speech is based on the same topic. So, take your notebook. It is a homework for you. You have ample time, plenty of resources, and you're all very intelligent students. So, why don't you make use of your time and write? And here comes the topic, a very simple topic. The topic is this. Okay, draft a speech on the topic. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഫോർമാറ്റ് കണ്ടല്ലോ. ഇനി നമുക്കൊരു സ്പീച്ച് ഉണ്ടാക്കാം, നമുക്കൊരു പ്രസംഗം